ഹലോ ഗൈസ്, അപ്പം ഇന്ന് ചേട്ടൻ ചിക്കൻ മേടിച്ചിട്ട് വന്നട്ടോ. ചിക്കൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പം മീൻ മേടിക്കണം ചിക്കൻ മേടിക്കണമെന്ന് ചോദിച്ചപ്പോൾ കൊച്ചുങ്ങൾ പറഞ്ഞു ചിക്കൻ മതി, അവർക്ക് ചിക്കൻ ഇഷ്ടം. ഞാൻ ഓർത്താന്ന ചിക്കൻ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ വൈകിട്ട് ചപ്പാത്തിക്ക് കറിയും ആവുമല്ലോ. അപ്പം മീനൊക്കെ വെക്കണമെങ്കിൽ പണിയാണ്, ചപ്പാത്തിക്ക് വേറെ വല്ല കറി ഉണ്ടാക്കാൻ നടക്കണം. അപ്പോൾ ചിക്കനായാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചിക്കനാണ് ഉണ്ടാക്കണേ. ഇന്നാണെങ്കിൽ ചോറിന് വേറെ കറികളൊന്നുമില്ല. ഇന്നലെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ ഞങ്ങൾ മറ്റേ മറൈൻ ഡ്രൈവ് പോയേക്കുമായിരുന്നു. ഞങ്ങൾ പോയാലാട്ടോ വൈകിട്ട് പോയാലേ നമുക്ക് ആ മഞ്ഞ ലൈറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അന്നേരം പോകാൻ പറ്റിയില്ല. അന്നേരം ഭയങ്കര ബ്ലോക്കും തിരക്കൊക്കെ ആവണോണ്ട് രാവിലെ തന്നെ ഞങ്ങൾ പോയി. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് കൊച്ചുങ്ങളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് വൈകിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോരാൻ പറ്റില്ല, നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പകൽ പോയി അതൊക്കെ കണ്ട് ഞങ്ങൾ ചട്ടിച്ചോറൊക്കെ കഴിച്ചട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ചയല്ലേ ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകേണ്ടതുകൊണ്ട് ഞങ്ങളൊരു 1 മണി 2 മണിയോടുകൂടി വീട്ടിലെത്തി. അപ്പം പ്രത്യേകിച്ച് അധികം കറികളൊന്നും ഇന്നലെ ഉണ്ടാക്കിയില്ല. ഇന്നലെ രാവിലെ വെച്ച കുറച്ച് കറികളുണ്ടായിരുന്നു രാത്രിത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് വേറെ കറിയൊന്നും വെക്കാനിരുന്നില്ല. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒരു കറി ഇല്ലാത്തതുകൊണ്ടാണ് ചിക്കനോ മീനോ മേടിക്കാമെന്ന് ഓർത്തെ. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിക്കൻ്റെ മസാല ഞാൻ തന്നെ പൊടിക്കുകയാണ്. ഞാൻ കടയിൽ നിന്ന് മസാല വാങ്ങിക്കാറില്ല. മസാല മറ്റേ പൊടിക്കാത്ത മസാലക്കൂട്ട് വാങ്ങിച്ചിട്ട് ഞാൻ മസാല പൊടിച്ചെടുക്കും. ആ മസാലപ്പൊടി ഇട്ട് കഴിയുമ്പോൾ നല്ല ഫ്ലേവറാട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊടിച്ചെടുക്കാറ് പതിവ്. അപ്പം നല്ല ഡാർക്ക് കളറും കിട്ടും ഇറച്ചിക്കറിക്ക്. പിന്നെ ഞാൻ വറുക്കാതെയായിട്ട് ചിക്കൻ വെക്കണേ. വറുത്തിട്ട് വെക്കണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഇപ്പം അങ്ങനെ വറുക്കാറില്ല. ഇപ്പോൾ വറുക്കാതെ വെക്കണം. അപ്പോൾ എൻ്റെ കരിവേപ്പിൽ 3 ഇലയും കൂടെ നേട്ടം പറഞ്ഞാൽ അങ്ങനെ കരിവേപ്പില കറിയിലിട്ടില്ലെങ്കിൽ കരിവേപ്പ് വെട്ടിക്കളയുമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് 3 ഇല പറിച്ചുകൊണ്ട് വന്ന് അതും ഇട്ട്. അപ്പോൾ ഞാൻ മസാലപ്പൊടി എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ, പ്ലേറ്റിലെടുത്തിട്ട്. അപ്പോൾ പിന്നെ അങ്ങ് ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇടാനും സുഖം. എനിക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഫോട്ടോ വെച്ച് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതും പറഞ്ഞാണ് ഇപ്പോൾ പോയിട്ട് പോകുന്നത്. അന്നേരം കൊണ്ടുപോകത്തില്ല. എൻ്റെ പഞ്ഞപ്പൻ്റെ വീട് ഫോട്ടോ വെച്ച് കേട്ടോ, കൊച്ചിയിലായിരുന്നു. പക്ഷേ ഇതുവരെ ന്യൂ ഇയറിന് അവിടെ പോയില്ല. അവരും എന്നെ കൊണ്ടുപോയിട്ടില്ല, വീട്ടിൽ നിന്നും കൊണ്ടുപോയിട്ടില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ കെട്ടിയൊന്നും കൊണ്ടുപോകണില്ല. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ബ്ലോക്കും തിരക്കൊക്കെ ഈക്കുള്ളൂ. അന്നേരം പിള്ളേരെയും കൊച്ചുങ്ങളെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പോയിട്ട് ഞങ്ങൾ വന്നത്. അത് നട്ടുച്ച വെയിലത്ത് പോയിട്ട് വന്ന്. അപ്പോൾ ആ സാൻഡേനെ കത്തിക്കാനുള്ള സാൻഡേനെയും കണ്ട് ആ ലൈറ്റൊക്കെ ഇട്ടേക്കണ മരവും കണ്ട്. പക്ഷേ അന്നേരം ചെന്നാലല്ലേ വൈകിട്ട് ചെന്നാലല്ലേ നമുക്ക് ആ ലൈറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയിലെല്ലാം ഫുള്ള് നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പോണ റോഡൊക്കെ നല്ല ഡെക്കറേഷനായിരുന്നു, കാണാനൊക്കെ രസമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്കൊന്നും പോകാൻ പറ്റില്ല. അന്ന് ഇപ്പോൾ പോയിട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ മസാലയൊക്കെ പൊടിച്ച് ഏറ്റവും അവസാനം ഞാൻ മസാല ഇട്ടിട്ട്. അപ്പോൾ അത് എൻ്റെ ചോറും കറിയൊക്കെ ഇതാണ്. എൻ്റെ പാത്രത്തിൽ എപ്പോഴും നിറച്ചും കറികളുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഓക്കെ, ബൈ.